ജനങ്ങൾ വിലയിരുത്തട്ടെ. വാക്ക് വാക്കായിരുന്നത് ആരുടെ കാലത്താണ്, വാക്ക് പ്രവൃത്തിയായി മാറിയത് ആരുടെ കാലത്താണ്? ജയിക്കിനുവേണ്ടി പറയാനുള്ളൊരു കാര്യം, ഒരു മലയാള സിനിമയെ മോഹൻലാൽ പറഞ്ഞത് എന്താണോ നന്നാവാത്ത എന്നുള്ളത്. ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് CPM പറയുന്ന ഒരു ക്യാപ്സ്യൂളാണ്. UDF ഭരണകാലത്ത് 2011-16 കാലഘട്ടത്തിൽ 4,14,552 വീടുകൾ UDF സർക്കാരിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് രേഖയുണ്ട്. പിന്നെ ഞാൻ മറ്റേ ചെറുതെ പോലെ കൈരേഖ അത് ഞാൻ കാണിക്കത്തില്ല. നമ്മുടെ വികസനത്തിന് നാന്ദി കുറിക്കാൻ കഴിയുന്ന, അടിസ്ഥാനമിടാൻ കഴിയുന്ന ധാരാളം പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളുള്ള ബജറ്റ് എന്നുമാണ് ധനമന്ത്രിയും സർക്കാരും വിശദീകരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. ഇത് ഒരു പൊളിഞ്ഞ ബജറ്റാണെന്നും പെർഫോം ചെയ്യാൻ പോകുന്നില്ല എന്നുമാണ് പ്രതിപക്ഷം അതിനെ വിമർശിക്കുന്നത്. ഏറെക്കുറെ ഒരു മൈതാന പ്രസംഗം എന്നുള്ളതായിരുന്നു BJPയുടെ വിമർശനം. ഒരു പൊളിഞ്ഞ ബജറ്റാണെന്നൊരു വിമർശനം ഉന്നയിക്കാൻ പോകുന്ന തരത്തിൽ ബജറ്റിൽ പിഴവുണ്ടോ? തീർച്ചയായും നിരാശാജനകമായിട്ടുള്ള ഒരു ഫെയർവെൽ ബഡ്ജറ്റായിട്ടാണ് നമുക്കിത് തോന്നിയത്. നിങ്ങൾ ഇതിന്റെ കണക്കുകൾ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും റിവൈസ് എസ്റ്റിമേറ്റും നോക്കുമ്പോൾ ഏറ്റവും സാധാരണ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള പറഞ്ഞ കുടിവെള്ളം, ലൈഫ് പദ്ധതി അടക്കം ഉള്ള പദ്ധതികളിൽ വലിയ വെട്ടിച്ചുകൊണ്ടായിട്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ വീടില്ലാതെ ബേസ്മെന്റ് ഊരയൊക്കെ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വെറും 24% ലൈഫ് പദ്ധതിയിൽ ചെലവാക്കിയിട്ടുള്ളത്. ഇവിടെ കൊടുക്കാനുള്ള കുടിശ്ശിക, കാരുണ്യ പദ്ധതിയിൽ 1,500 കോടി രൂപയുടെ കുടിശ്ശിക ഇപ്പോഴുണ്ട്. ഇവിടെ സപ്ലൈകോയുടെ കുടിശ്ശികയുടെ കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ KMSCL മരുന്ന് വാങ്ങിയതിന്റെ ഏകദേശം 700 കോടി രൂപയുടെ കുടിശ്ശിക കിട്ടാനുണ്ട്. അത് കാരണം പുതിയ മരുന്നുകൾ വരുന്നില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഈ പറഞ്ഞ കോൺട്രാക്ടർമാരും കമ്പനിക്കാരൊന്നും മരുന്ന് തരുന്നില്ല. അതേപോലെ തന്നെ കാരുണ്യ മേഖലയിലെ സ്കീമിൽ പണം കൊടുക്കാത്തത് കൊണ്ട് പല ഹോസ്പിറ്റലുകളും ആളുകൾ കാരുണ്യ സ്കീമിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഉഴപ്പുകയാണ്. എന്നു മാത്രമല്ല, ഏറ്റവും പാവപ്പെട്ട ആളുകൾ SC ST മേഖലയിലുള്ള പദ്ധതികളിൽ വലിയ രീതിയിലുള്ള പ്ലാനിൽ വെട്ടിച്ചുരുക്കൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2023-24 കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ വെറും 20-30% മാത്രമാണ് പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ ബഡ്ജറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ചെറുത് ഇൻക്രീസ് പറയുന്നുണ്ടെങ്കിലും അവർക്ക് നടപ്പിലാക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല. സർക്കാർ തന്നെ പറയുന്നു വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ്. ഈ കിഫ്ബി പദ്ധതിയുടെ ഈ പറഞ്ഞ ലീനൂടെ വരുമ്പോഴേക്കും അത് എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു ദിശാബോധം ഈ ബഡ്ജറ്റിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ശരി, അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? നമ്മൾ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ പുറത്തു വരും, എന്താണ് സൊല്യൂഷൻ എന്നുള്ള ആ ഒരു ദീർഘവീക്ഷണം ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. ഇത് ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് മുന്നിൽ വന്നു. അത് കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് വളരെ നിരാശാജനകമാണ്. കേരളത്തിന്റെ സാമ്പത്തിക രംഗം മുന്നോട്ട് പോകാനുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് അടിപൊളി. അദ്ദേഹം പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ലൈഫിന് വേണ്ടി വീട് കാത്തിരിക്കുന്ന ആളുകളുടെ വീട് കെട്ടാതിരിക്കുന്നതും ആശുപത്രിക്കുള്ള പണം കൊടുക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെൽകർഷകർ അടക്കമുള്ള ആളുകൾ കുടിശ്ശിക കൊടുക്കാതിരിക്കുന്നതുമാണ് പ്ലാൻ ബി എന്ന് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചതാണ്. അതല്ല ഉദ്ദേശം. അതുകൊണ്ട് ഒരു കാഴ്ചപ്പാടിന്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്, ഈ കാശിന്റെ കുറവ് ഈ ബഡ്ജറ്റിലുണ്ട്. ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ ഒരു വാദമായിരുന്നു എല്ലാ വർഷവും 100 രൂപ ക്ഷേമ പെൻഷൻ കൂട്ടും എന്നുള്ളത്. 2026 ആകുമ്പോൾ 2,100 രൂപ ആകേണ്ട പെൻഷൻ ഇപ്പോഴും 1,100 കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ എനിക്ക് വിഷമം, അദ്ദേഹത്തെ പോലെ ഒരാൾ കുടിശ്ശിക ക്ലിയർ ചെയ്യാൻ 60 കോടി രൂപ കൊടുക്കുന്നത് വലിയ കാര്യം ആണെന്ന് പറയുന്നത് ഇതൊക്കെ കുടിശ്ശികയാണ്. നിങ്ങൾ 3 മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിൽ 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുക്കാന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കുകയാണ്. എന്റെ പണമില്ലെങ്കിലും ഞാൻ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കുകയാണ്, വലിയ കാര്യമാണോ? കഴിഞ്ഞ വർഷത്തെ കിടക്കുന്ന കുടിശ്ശികകൾ കൊടുക്കുന്ന കാര്യം ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. പിന്നെ സപ്ലൈകോഡ് 1,500 കോടി രൂപയുടെ കുടിശ്ശികയൊക്കെ പഴയതാണെന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആണല്ലോ സർക്കാർ. പഴയ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തത്. ഞാൻ വിചാരിച്ചു അദ്ദേഹം പഴയതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ ഏറെക്കാലമായിട്ടുള്ള UDF നമുക്കത് ചോദിക്കുകയും ചെയ്യാം. ശ്രീ ജേക്സി തോമസ്, ഈ സഭനാഥൻ പറഞ്ഞതുപോലെ ഇത് പ്രകടന പത്രികയിലുള്ള വാഗ്ദാനമാണ്. നമ്മൾ സെസ് അടക്കം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. അപ്പോ അതിലൊരു വാഗ്ദാന ലംഘനത്തിന്റെ ഘടകമുണ്ടോ? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ബഡ്ജറ്റിനെ സംബന്ധിച്ച് ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വിശദീകരിക്കുന്നത് കണ്ടു. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. 2025 ആണ്ടിൽ, അതായത് ഈ ഗവൺമെന്റിന്റെ ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ പൂർണ്ണ ബഡ്ജറ്റ് എന്ന് പലരാലും വിശേഷിപ്പിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് പ്രതിപക്ഷത്താലൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ, അതോടൊപ്പം ബഡ്ജറ്റ് അലോക്കേഷനിൽ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ എത്രയൊക്കെ പൂർത്തി എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ചോദിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടു കൂടെ ഞാനൊരു പ്രോഗ്രസ് റിപ്പോർട്ട് അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കും.
ഈ രേഖകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. എന്തു രേഖ? കാരണം ഇന്നേക്കോളമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിൽ 2016 ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 വാഗ്ദാനങ്ങളായിരുന്നു. അച്ചടിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഞങ്ങൾ പൂർത്തീകരിച്ച 589 വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് വർഷാവർഷം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ അഭിമാനകരമായ തുടർച്ച ജനങ്ങൾ കൈപിടിച്ച് ആനയിച്ചത്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഈ സർക്കാർ പഴയ മാതൃകയാണ് തുടരുന്നത്. നിങ്ങളുടെ ഗവൺമെന്റുകളുടെ കാലയളവിലെ പോലെ പ്രഖ്യാപനം ഒരു വഴിയിൽ കിടക്കുകയും നടപ്പിലാക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ മാത്രമാവുകയും ചെയ്യുകയും ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന നമ്മുടെ സർക്കാർ. ഈ വർഷവും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതിനോട് ഞങ്ങൾക്ക് ഈ പരിമിതികൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ പൂർത്തീകരിക്കാനും തുടങ്ങി വെക്കാനും ഗംഭീരമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുള്ള പദ്ധതികൾ എത്ര എല്ലാ വർഷവും ഞങ്ങൾ അത് പ്രസിദ്ധീകരിക്കാറുണ്ട്. വെറുതെ ചിരിപ്പിക്കരുത്. ഹ്രസ്വകാല ക്ഷേമ പദ്ധതികളെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് നയിക്കുകയും ദീർഘകാല വികസന പദ്ധതികളെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു നിർവചനം. കേട്ട് ഞാൻ മടുത്തു. കോൺഗ്രസിന്റെ പ്രതിനിധി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണോ ഇത്ര വലിയ കാര്യം? ലൈഫ് പദ്ധതിയുടെ വീട് പണി പൂർത്തീകരിക്കാനാകാതെ കിടക്കുകയല്ലേ എന്നൊക്കെയാണ് ചോദ്യം. അങ്ങ് നിർബന്ധമായി മനസ്സിലാക്കേണ്ടത്, പ്രേക്ഷകർ നിർബന്ധമായി ഓർമ്മിച്ചിരിക്കേണ്ടത്, അൺസ്റ്റാർഡ് ചോദ്യം 3206. ചോദ്യകർത്താവും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. മുഖ്യമന്ത്രി സ്വാഭാവികമായി കോൺഗ്രസ് നേതാവിന് അറിയാമല്ലോ ആരായിരുന്നു 2016 ഫെബ്രുവരി മാസം കേരളത്തിന്റെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ചോദ്യം, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നിർമ്മാണം തുടങ്ങി വെച്ചതും പൂർത്തീകരിച്ചതുമായ ആകെ വീടുകളുടെ എണ്ണം എത്രയെന്ന് നിങ്ങൾക്ക് സൂചിപ്പിക്കാമോ എന്നുള്ളതാണ്. നിയമസഭാ രേഖ ഇപ്പൊ തന്നെ ആങ്കർക്ക് അയച്ചു തരാം. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. നിയമസഭാ രേഖയിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യത്തിന്റെ മറുപടിയായി കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പറയുന്നത് 5 വർഷത്തിന് ഇടയിൽ വിവിധ പദ്ധതികളിലായി, അതായത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അടക്കം നിർമ്മിച്ചിട്ടുള്ള വിവിധ പദ്ധതികളുടെ വീടുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് കേവലം 3779. നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? ഇദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായി അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞ ലൈഫ് മിഷൻ വഴി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ പൂർത്തീകരിച്ച അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് വീടില്ലാത്തവരെ മാറ്റിയ കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 4,27,736 ആണോ? ഭയങ്കര. ജനങ്ങൾ വിലയിരുത്തട്ടെ. വാക്കായിരുന്നത് ആരുടെ കാലത്താണ്? വാക്ക് പ്രവൃത്തിയായി മാറിയത് ആരുടെ കാലത്താണ്? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ജയിക്കിനോട് പറയാനുള്ള ഒരു കാര്യം, ഒരു മലയാള സിനിമയെ മോഹൻലാൽ പറയുന്നത് എന്താണോ നന്നാവാത്ത എന്നുള്ളത്. ഈ പറഞ്ഞ ക്യാപ്സ്യൂൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് CPM പറയുന്ന ഒരു ക്യാപ്സ്യൂളാണ്. ഇനി ഞാൻ പറയുന്ന കണക്കുകൾ ശ്രീ ജയിക്ക് കേൾക്കണം. ജയിക്ക് തന്നെ പറ, ഏതെങ്കിലും ഒരു സർക്കാർ 3000 വീട് മാത്രമാണ് 5 വർഷം കൊണ്ട് വെക്കുന്നത്? ഇവിടെ നിങ്ങളുടെ സർക്കാരിനോട് ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞ കണക്കുകൾ പ്രകാരം UDF ഭരണകാലത്ത് 2011-16 കാലഘട്ടത്തിൽ 4,14,552 വീടുകൾ UDF സർക്കാരിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് പക്ഷേ ലൈഫ് എന്നുള്ള ഒറ്റ പദ്ധതിയുടെ പേരല്ലായിരുന്നു. അന്ന് SC വകുപ്പിന്റെ പദ്ധതിയുണ്ട്, ST വകുപ്പിന്റെ പദ്ധതിയുണ്ട്, ട്രൈബൽ മേഖലയിലെ പദ്ധതിയുണ്ട്, ഫിഷറീസിന്റെ പദ്ധതിയുണ്ട്, പല പല സ്കീമുകളുണ്ട്. ഇതിന് രേഖയുണ്ടോ? അതിന് രേഖയുണ്ട്. പിന്നെ ഞാൻ മറ്റേ ചെറുതെ പോലെ കൈരേഖ എന്താ ഞാൻ കാണിക്കത്തില്ല. ആ ചെക്കനെ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? എന്തായാലും ലൈഫിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ബഹുമാനായ പ്രതിനിധി പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്നെ പരിഹസിക്കാനോ ആക്ഷേപിക്കാനോ എന്തിനോ ആവട്ടെ, എനിക്കതിൽ വിരോധമില്ല. അദ്ദേഹം പറഞ്ഞത് കൈരേഖ നോക്കി മാത്രം പ്രസംഗിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികൾ, അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാനെന്ന നിലയിലാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. അങ്ങയുടെ പാർട്ടിയുടെ മുൻ നേതാവും നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി 2016 ഫെബ്രുവരി മാസം 24 അന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഉപനേതാവായിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ നമ്പർ 3204, അതായത് 3204, ആ ചോദ്യത്തിന് നൽകിയ മറുപടി, ആ മറുപടി ആങ്കറുടെ ഫോണിൽ ഡെലിവേർഡ് ആയിട്ട് ഇപ്പൊ കിടക്കുന്നുണ്ട്. കൈരേഖ നോക്കി പ്രസംഗിക്കുന്നത് ഞാനാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് ഞാൻ ആക്ഷേപിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മാതൃഭൂമിയുടെ ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നന്നായിട്ട്. അടിപൊളി. ആ നിയമസഭാ രേഖ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. ചോദ്യത്തിന്റെ ക്രമനമ്പരം, അതോടൊപ്പം ചോദ്യകർത്താവും ചോദ്യത്തിന്റെ തീയതിയും അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിവിധ പദ്ധതികളുണ്ട്. MN സ്മാരക പദ്ധതിയുണ്ട്, ലക്ഷം വീട് പദ്ധതിയുണ്ട്, സുരക്ഷാ ഭവന പദ്ധതിയുണ്ട്. ഈ ഭവന പദ്ധതികളുടെ ആകെ നടത്തിയിട്ടുള്ളത് വീടുകളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ചുള്ള എണ്ണമാണ് 5ാം വർഷം UDF ഗവൺമെന്റിന്റെ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ഫെബ്രുവരിയിൽ നൽകിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടി സാറിനൊന്നും ജയിക്കിന് വലിയ താല്പര്യമില്ല. കൃത്യമായിട്ടുള്ള കണക്ക് 4,14,000 വീടുകൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലൈഫിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? മാധവ് ഒന്നും വേണ്ട, ഓഫീസിൽ വിട്ടുന്ന് പോയി ആൾക്കാരോട് ചോദിച്ചു നോക്കും. ഇവിടെ ലൈഫ് പദ്ധതിയിൽ 500 കോടി രൂപയുടെ ലൈഫ് പദ്ധതിയുടെ പറഞ്ഞിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ 24% ആണ്. വെറും 24.16% ലൈഫ് പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ ചിലവാക്കി ഇവിടെ വീട് വേണ്ടി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ. ജയിക്കിന്റെ പഞ്ചായത്തിലുണ്ടല്ലോ, പുതുപ്പള്ളിയിലാണല്ലോ.
ജയിക്കിന്റെ പഞ്ചായത്തിലുള്ള നിങ്ങളുടെ പഞ്ചായത്തിലെ CP മെമ്പറെ വിളിക്കുക, അല്ലെങ്കിൽ ജയിക്കിന്റെ പഞ്ചായത്തിലെ മെമ്പറെ വിളിച്ചിട്ട് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര വീട് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ജയിക്കൊന്ന് ചോദിച്ചു നോക്കും. മണർകാട് പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ എത്ര വീട് കൊടുത്തു അന്വേഷിച്ചു നോക്ക്. വളരെ കുറവാണ്. ഇതൊരു ഇഷ്യൂ ആണെന്ന് ഇടതുപക്ഷ MLA-മാർ, ഇടതുപക്ഷ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ 11,000 കോടി രൂപ ഇപ്പോഴും വിനിയോഗിക്കുമ്പോൾ ഈ നിലയ്ക്കാണോ അതിന്റെ ഗതി എന്നുള്ളതാണ് ചോദിക്കുന്നത്. 24% ചെലവാക്കിയിട്ടാണ് ലൈഫ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ലൈഫ്, കാരുണ്യം, കുടിവെള്ളം, ജൽജീവൻ. ഇവിടെ ഞാൻ പറയാം, ചെറിയ വർക്കെടുത്ത പഞ്ചായത്തിന്റെ ചെറിയ ടാർ ചെയ്ത വർക്കെടുത്ത ജലജീവൻ മിഷന്റെ പൈപ്പിട്ട വർക്കെടുത്ത കോൺട്രാക്ടർമാർക്ക് 2 ലക്ഷം രൂപ ബില്ല് കൊടുക്കാതെ എങ്ങനെ വർക്ക് നടക്കും? സൂക്ഷിച്ച് സംസാരിക്കണം പ്ലീസ്. മോള് വെറുതെ ഇരിക്കും, സത്യം നിങ്ങളും കൂടി അറിയണല്ലോ. ഈ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുന്നു, എന്റെ ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ നാട്ടിൽ എത്ര വീട് പൂർത്തീകരിച്ചു എന്നുള്ളത് ഞാൻ ഇന്നുകൂടെ കണക്കെടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. എന്നെ സംശയിക്കരുത്. ഏതാണ്ട് 128 ലൈഫ് പദ്ധതിയിൽ എന്റെ ഓർമ്മശരിയിൽ ലഭിച്ച അപേക്ഷ. വരുന്ന മാസം 2 വീടിന്റെയും കൂടെ പൂർത്തീകരണം നടക്കുന്നതോടുകൂടെ 128-ൽ 124 വീടുകളും പൂർത്തീകരിച്ച് അതിൽ 4 പേർ മറ്റു മാർഗങ്ങളോട് വീട് സംഘടിപ്പിച്ചപ്പോ ലഭിച്ച അപേക്ഷയുടെ 100% പണി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്തായി ആ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി CPIM അധികാരത്തിൽ വന്ന ഈ 5 വർഷം ഞങ്ങൾ അത് മാറ്റി തീർത്തിട്ടുണ്ട്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. ഈ ബജറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധേയമായ എക്കണോമിക് പേപ്പറിനെ സംബന്ധിച്ച് അങ്ങ് വിശദീകരിച്ചില്ലല്ലോ. എന്താ ഉണ്ടായത്? കേരളത്തിന്റെ കടം കൂടിയോ കുറഞ്ഞോ? ഈ സാമ്പത്തിക യുദ്ധം കേരളത്തിൽ വരെ നയിക്കപ്പെട്ടിട്ട് 38% ഉണ്ടായിരുന്ന കേരളത്തിന്റെ കടം എത്രയായി? അതായത് 34% ചുവട്ടിലേക്ക് കൂപ്പുകുത്തി. വലിയ കാര്യമായി. മണർകാടൊക്കെയുള്ള ആളുകളുടെ സോഷ്യൽ സ്റ്റേറ്റസ് അല്പം നല്ലതായിരിക്കും, പക്ഷെ പാവങ്ങളുമുണ്ട്. ഒരു പഞ്ചായത്തിൽ 20 വാർഡില്ലേ മാധു? 128 വീട് മാത്രം കൊടുത്ത ആ ഒരു പഞ്ചായത്ത് എല്ലാവരും വീട് തികയുമോ? JK, ഒരു പഞ്ചായത്തില്, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു പഞ്ചായത്തിന് 50 വീട് കൊടുത്താലും തികയത്തില്ല. ഒരു പഞ്ചായത്തിൽ 20 വാർഡുള്ള പഞ്ചായത്തിൽ 128 വാർഡ് കൊടുത്താൽ അവിടെ എല്ലാവർക്കും വീട് കിട്ടും. ഇതിപ്പോ പ്രതിപക്ഷത്തിന് സാധാരണഗതിയിൽ VD സതീശൻ, തോമസ് ഐസക് ധനമന്ത്രി ആയിരുന്ന സമയം മുതൽ കൗണ്ടർ ചെയ്യുന്നതാണ് ബജറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊക്കെ. ഈ പൊള്ളയായ ബജറ്റാണ്, ഇത് പെർഫോം ചെയ്യില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് സംസ്ഥാനത്തിന്റെ ധനകാര്യ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഐക്യപ്പെടാൻ കഴിയാത്ത സാഹചര്യം എന്താണ്? അല്ലല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ. കേരളത്തിന്റെ ധനകാര്യ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു ടാക്സ് ഡെവല്യൂഷൻ അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനോട് കാണിക്കുന്ന മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമല്ല, തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ പ്രദേശങ്ങളില്ലാത്ത രൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടത് അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ആണ്. ഇന്ത്യക്കകത്ത് മാർക്കറ്റിൽ 6% ബോണ്ട് കിട്ടുമ്പോൾ, ലോൺ കിട്ടുമ്പോൾ 9.732% 2,200 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് വാങ്ങിച്ച് അത് 5 വർഷം കൊണ്ട് തിരികെ കൊടുത്തത് 3,600 കോടി രൂപയായിട്ടാണ്. 1,500 കോടി രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം തിരിച്ചടച്ചപ്പോൾ അതൊക്കെ ഈ സർക്കാരിന്റെ ധൂർത്തിന്റെയും ചില പ്രത്യേക പ്ലാനുകളുടെയും കാരണമായിട്ടാണ്. 2017 കിഫ്ബി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? കേരളത്തിൽ വികസനമൊക്കെ പതുക്കെ നടക്കുകയാണ്, അതുകൊണ്ട് എല്ലാ പദ്ധതികളും നമ്മൾ വേഗത്തിലാക്കുന്നു. അതെ, ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ട്. 2014 പറഞ്ഞ കാര്യമാണ്. ഞാനും മാധു ഇരിക്കുന്നത് 2025-ലാണ്. ഈ 9 വർഷം കൊണ്ട് കിഫ്ബിയുടെ ഭാഗമായി ചെലവായിട്ടുള്ളത് 29,000 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ഒരു വർഷം 3,000 കോടി രൂപ. ആ 3,000 കോടി രൂപ എല്ലാ വർഷവും പ്ലാൻ ഫണ്ടിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോൾ 87,000 കോടി രൂപയുടെ പദ്ധതി കിഫ്ബിയിൽ പറയുന്നു. ഈ ആദ്യമേ ഫ്രണ്ട് ലോഡ് ചെയ്യേണ്ട 50,000 കോടി രൂപയുടെ പദ്ധതി ഇനി നടപ്പിലാക്കണം. അതിന് പൈസ എവിടുന്നാണ്? ബാങ്കുകൾ പൈസ തരുന്നില്ല. ഈ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് താൻ ഇത്രയും പറഞ്ഞതിൽ ആകെയുള്ള സത്യം. കേട്ടോ. ഇനി അവസാനം ജയിക്കുന്നതോട് മണർകാട് പഞ്ചായത്തിലെ കാര്യം അങ്ങോട്ട് അറിയാൻ വേണ്ടിയാണ്. ആ പഞ്ചായത്തിൽ 17 വാർഡുണ്ട്. ഒരു വാർഡിൽ ഏകദേശം 20-22 വീട് വെച്ച് കൊടുക്കാനുണ്ട്. അവിടെ 117-നും 123 വീടിന് ഇടയ്ക്ക് വെച്ച് കൊടുത്തു. ഇനി ഏകദേശം 200 വീട് അങ്ങയുടെ പഞ്ചായത്ത് മണർകാടിൽ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാനുള്ള സഹായം ചെയ്യണം. പച്ചക്കള്ളം അവിടെ പച്ചക്കള്ളമാണ് പറയുന്നത്. നോണ പറച്ചിലല്ലേ തന്റെ തൊഴിൽ തന്നെ. അതുകൊണ്ട് ഏത് സത്യവും തനിക്ക് നുണയായിട്ട് തോന്നും. അവിടെ പച്ചക്കള്ളമാണ് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാ വീടും കൊടുത്തു. മണർകാട് പഞ്ചായത്ത് എല്ലാ വീടും കൊടുത്തു. നമുക്ക് 2 പേർക്ക്, അതായത് 3 പേർക്കും സമ്മതിക്കാനുള്ള സാഹചര്യമുണ്ട്. 2 പേരും ഈ വിവരങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് നാളെ ഇത് പ്രത്യേകിച്ച് ഒരു ന്യൂസ് സ്റ്റോറി ആയിട്ട് കൊടുക്കാവുന്നതാണ്. പ്രേക്ഷകർക്ക് ആ സംശയം തീരുകയും ചെയ്യില്ല. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. മതി ഞാൻ വന്നിട്ട് തരാട്ടോ.